നമസ്കാരം. മരുഭൂമിയുടെ നിശബ്ദതയിലേക്ക് മിസൈലുകൾ വീഴുമ്പോൾ ഗൾഫിനെ സമാധാനത്തിന്റെ തീരമോ യുദ്ധഭൂമിയോ? ഒരു കാലത്ത് ലോകം ഗൾഫിനെ കണ്ടിരുന്നത് എണ്ണയുടെ സമൃദ്ധിയുടെയും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളുടെയും സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമായിട്ടായിരുന്നു. മരുഭൂമിയിലെ മണൽക്കാറ്റിനേക്കാൾ വേഗത്തിൽ വളർന്ന നഗരങ്ങൾ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്വപ്നങ്ങൾ തേടിയെത്തിയ ലക്ഷക്കണക്കിന് പ്രവാസികൾ, ഒരിക്കലും ഉറങ്ങാത്ത വിമാനത്താവളങ്ങൾ, അതായിരുന്നു ഗൾഫിന്റെ മുഖം. ഇന്ന് ആ ആകാശത്ത് യാത്രാ വിമാനങ്ങളുടെ ശബ്ദത്തെക്കാൾ കൂടുതൽ കേൾക്കുന്നത് മിസൈലുകൾ, മുന്നറിയിപ്പുകളുടെ അലാറമാണ്. സമാധാനത്തിന്റെ നീലാകാശം യുദ്ധത്തിന്റെ പുകമറയിൽ മറഞ്ഞുറങ്ങുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇറാൻ US സമാധാന കരാർ ലംഘിച്ചുകൊണ്ട് ഹോർമുസിലും ഗൾഫ് മേഖലയിലുമൊക്കെ ആക്രമണം കടുപ്പിക്കുകയാണ്. ഖത്തറിൽ മിസൈൽ ആക്രമണത്തിൽ നാവികൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരാൾക്ക് പരിക്കേറ്റു. ഖത്തർ സ്വദേശിയാണ് മരിച്ചതെന്നാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. കുവൈറ്റിലും ബഹ്റിനിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഖത്തറിലും ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തർ തീരത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. രണ്ടുപേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മരണമാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പരിക്കേറ്റയാളുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടത്തിയത് ആരാണ് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഖത്തർ തീരത്ത് ഖത്തറിന്റെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നും ആ ഭാഗത്താണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട്. അത് പ്രതിരോധിച്ചെന്നും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് മരണം സംഭവിച്ചു എന്നുമാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ഖത്തറിന് ലക്ഷ്യമിട്ടുണ്ടായ മിസൈൽ ആക്രമണം ഒരു രാജ്യത്തിനെതിരായ ആക്രമണം എന്ന് മാത്രം എഴുതി തള്ളാൻ കഴിയില്ല. ഗൾഫ് മേഖല ഇനി യുദ്ധത്തിന്റെ പുറത്തു നിൽക്കുന്ന കാഴ്ചക്കാരല്ല, സംഘർഷത്തിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവിക്കാൻ പോകുന്ന മേഖലയായി മാറുന്നുവെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ ആക്രമണം. പ്രതിരോധ സംവിധാനങ്ങൾ പല ആക്രമണങ്ങളും തടഞ്ഞുവെങ്കിലും സുരക്ഷിതമെന്ന വിശ്വാസത്തിന് വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഘർഷത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി സാധാരണ ജനങ്ങൾക്കും പ്രവാസികൾക്കുമാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളും മലയാളികളും ജീവിക്കുന്ന ഗൾഫ് മേഖലകളിൽ ഓരോ സൈറൺ മുഴങ്ങുമ്പോഴും കുടുംബങ്ങളുടെ ഹൃദയമിടിപ്പാണ് കൂടുന്നത്. വിമാന സർവീസുകളിലെ അനിശ്ചിതത്വം, ഇൻഷുറൻസ് ചെലവിലെ വർധന, നിക്ഷേപകരുടെ ആശങ്ക, എണ്ണവിലയിലെ ചാഞ്ചാട്ടം, ഇവയെല്ലാം യുദ്ധത്തിന്റെ നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ആഗോള ഊർജ്ജ വിപണിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ മേഖലയിലെ ഓരോ സൈനിക സംഘർഷവും ക്രൂഡ് ഓയിൽ വിലയെയും പ്രകൃതിവാതക വിതരണത്തെയും കടൽ വ്യാപാരത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന പ്രദേശം തന്നെ അനിശ്ചിതത്വത്തിലാകുമ്പോൾ അതിന്റെ ആഘാതം ഏഷ്യയിലെയും യൂറോപ്പിലെയും വിപണികളിലേക്കും അതിവേഗം വ്യാപിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ നയതന്ത്രമാണ്. ഒരു വശത്ത് സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യതയും മറുവശത്ത് പ്രാദേശിക സ്ഥിരത നിലനിർത്തേണ്ട ഉത്തരവാദിത്വവും. യുദ്ധത്തിന്റെ തീ സ്വന്തം മണ്ണിലേക്ക് പടരാതിരിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ ഇനി കൂടുതൽ സങ്കീർണമാവുകയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധം അതിർത്തികൾ നോക്കി സഞ്ചരിക്കില്ല എന്നതാണ്. അത് ആദ്യം തകർക്കുന്നത് വിശ്വാസത്തെയാണ്, പിന്നീട് സമ്പദ് വ്യവസ്ഥയും, ഒടുവിൽ മനുഷ്യ ജീവിതത്തെയും സ്വപ്നങ്ങളെയും. ഇന്ന് ഖത്തറിന്റെ ആകാശത്ത് ഉയരുന്ന പുക ഒരു രാജ്യത്തിന്റെ മാത്രം വേദനയല്ല, ഗൾഫ് മേഖലയാകെ നേരിടുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന അനിശ്ചിതത്വത്തിന്റെ തുടക്കമാണ്. അവസാനം ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു: ലോകത്തിന്റെ സാമ്പത്തിക ഹൃദയമായി അറിയപ്പെട്ട ഗൾഫ് വീണ്ടും സമാധാനത്തിന്റെ തുറമുഖമാകുമോ? അതോ ഓരോ പ്രഭാതവും പുതിയ ആക്രമണ വാർത്തകൾ കാത്തിരിക്കുന്ന ഒരു യുദ്ധഭൂമിയായി ഗൾഫ് മേഖല മാറുമോ?